ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റിയാദ് മെട്രോ സർവീസ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരത്തിലെ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് താമസക്കാർക്കും സന്ദർശകർക്കും താങ്ങാനാകുന്ന വിലയുമായി അധികൃതർ. സ്റ്റാൻഡേർഡ് ക്ലാസ്സിന് 4 റിയാൽ മുതൽ ആരംഭിക്കുന്ന ടിക്കറ്റ് നിരക്കാണ് റിയാദ് മെട്രോ പ്രഖ്യാപിച്ചത്. പ്രീമിയം യാത്രാനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് ഓപ്ഷനുകൾ ലഭ്യമാണ്. മെട്രോ ബസ് ശൃംഖലകളിലുടനീളം ഹ്രസ്വകാല അൺലിമിറ്റഡ് ട്രിപ്പ് പാസുകൾ ഉപയോഗിക്കാം. തടസ്സങ്ങളില്ലാത്ത അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ദർബ് ആപ്പ് വഴി മാത്രം ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്. റിയാദ് മെട്രോയുടെ സ്റ്റാൻഡേർഡ് ക്ലാസ് നിരക്കുകൾ ഇനി പറയുന്നു. 2 മണിക്കൂർ പാസ് 4 റിയാൽ, 3 ദിവസത്തെ പാസ് 20 റിയാൽ, 7 ദിവസത്തെ പാസ് 40 റിയാൽ, 30 ദിവസത്തെ പാസ് 140 റിയാൽ. ഫസ്റ്റ് ക്ലാസ് നിരക്കുകൾ ഇനി പറയുന്നു. 2 മണിക്കൂർ പാസ് 10 റിയാൽ, 3 ദിവസത്തെ പാസ് 50 റിയാൽ, 7 ദിവസത്തെ പാസ് 100 റിയാൽ, 30 ദിവസത്തെ പാസ് 350 റിയാലാണ്. നവംബർ 27-ന് സൗദി രാജാവ് സൽമാൻ ഉദ്ഘാടനം ചെയ്ത റിയാദ് മെട്രോ തലസ്ഥാന നഗരിയായ റിയാദിന്റെ പൊതുഗതാഗതത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാകുമെന്നാണ് കണക്കാക്കുന്നത്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ടെലികോം ഓപ്പറേറ്റർ EN തങ്ങളുടെ ഉപയോക്താക്കൾക്ക് സൗജന്യ 53 GB പ്രാദേശിക ഡാറ്റ വാഗ്ദാനവുമായി രംഗത്തെത്തി. എല്ലാ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്കും എമിറാത്തി പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്കും 53 GB സൗജന്യ പ്രാദേശിക ഡാറ്റ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നേരത്തെ എത്തിസലാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടെലികോം സേവനദാതാക്കളാണ് ENE. സൗജന്യ ഡാറ്റ നവംബർ 30 മുതൽ ഡിസംബർ 7 വരെ UAEയിൽ ഉപയോഗിക്കാം. EN പ്രീപെയ്ഡിലുള്ള പ്രവാസികൾക്ക് 30 ദിർഹത്തിനും അതിനു മുകളിലുമുള്ള ഓൺലൈൻ റീചാർജുകൾക്ക് 53% കിഴിവ് ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അവ 3 ദിവസത്തേക്ക് സാധുതയുള്ളതും പ്രാദേശികവും അന്തർദേശീയവുമായ കോളുകൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. നേരത്തെ 53ാമത് UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ടെലികോം ഓപ്പറേറ്റർ ഡു അതിന്റെ എല്ലാ ഉപയോക്താക്കൾക്കും സൗജന്യ ഡാറ്റ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ ഡു പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കൾക്കും 7 ദിവസത്തേക്ക് സാധുതയുള്ള 53 GB ദേശീയ ഡാറ്റയാണ് 53ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യമായി നൽകുന്നത്. ഡിസംബർ 4 വരെ ഈ ഓഫർ ലഭ്യമാകും. പ്രീപെയ്ഡ് ഫ്ലെക്സി വാർഷിക പ്ലാനുകൾ വാങ്ങുകയോ അതിലേക്ക് മാറുകയോ ചെയ്ത ഡു ഉപയോക്താക്കൾക്ക് 1 വർഷത്തേക്ക് സാധുതയുള്ള സൗജന്യ 53 GB ദേശീയ ഡാറ്റ ലഭിക്കും. ഡിസംബർ 31 വരെ ഈ ഓഫർ ലഭ്യമാണ്. അതേസമയം EN ഉപയോക്താക്കൾക്ക് സൗജന്യ 53 GB ലോക്കൽ ഡാറ്റ ക്ലെയിം ചെയ്യാൻ EN ആപ്പിൽ ലോഗിൻ ചെയ്യണം. ആപ്പ് തുറന്നാൽ UAE ദേശീയ ദിന ഓഫർ സ്ക്രീനിൽ പോപ്പപ്പായി തെളിയും. കൂടുതൽ അറിയുക എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഓഫറുകളുടെ ഒരു പട്ടിക കാണാം. 53 GB സൗജന്യ പ്രാദേശിക ഡാറ്റ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആക്ടിവേറ്റ് നൗ എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നതോടെ സൗജന്യ ഡാറ്റ ആക്റ്റീവ് ആകും. ഡു ഉപയോക്താക്കളാണെങ്കിൽ ഈ ദേശീയ ദിന സൗജന്യ ഡാറ്റ ലഭിക്കുന്നതിന് ഒരു പോസ്റ്റ് പെയ്ഡ് പ്ലാൻ സബ്സ്ക്രൈബർ ആണെങ്കിൽ സൗജന്യ 53 GB ഡാറ്റ സ്വയമേ ലഭിക്കും. ഓഫർ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് സൈൻ അപ്പ് ചെയ്യേണ്ടതില്ല. എന്നാൽ പ്രീപെയ്ഡ് ഉപയോക്താവാണെങ്കിൽ ഫ്ലെക്സി വാർഷിക പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൗജന്യ ഡാറ്റ നേടാം. ഇതിനായി ഒന്നെങ്കിൽ ഒരു പുതിയ ഉപയോക്താവായി ഫ്ലെക്സി വാർഷിക പ്ലാനിനായി സൈൻ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെക്സി ഓപ്ഷൻ ഉപയോഗിച്ച് നിലവിലുള്ള പ്ലാൻ മാറ്റാം. ഇന്ന് കുവൈറ്റിൽ നടക്കുന്ന 45ാമത് ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടിക്കായി രാജ്യം ഒരുങ്ങി. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഗൾഫ് രാഷ്ട്ര നേതാക്കളെ സ്വീകരിക്കുന്നതിനായി കുവൈറ്റ് ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. റോഡുകൾ നവീകരിക്കുകയും നഗരവീഥികളും കെട്ടിടങ്ങളും അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും GCC ഉച്ചകോടിക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. GCC രാജ്യങ്ങൾക്കിടയിലെ വൈദ്യുത റെയിൽവേ ബന്ധം, നയതന്ത്ര ബന്ധം, സൈബർ സുരക്ഷ തുടങ്ങിയവയാണ് ഉച്ചകോടി ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ അറിയിച്ചു. മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. ഗൾഫ് ഉച്ചകോടി സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച മുതൽ നിരവധി പ്രധാന റോഡുകൾ അടച്ചു. ഉച്ചകോടി നടക്കുന്ന സമയത്ത് എളുപ്പമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ ട്രാഫിക് മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായാണ് ഈ അടച്ചുപൂട്ടൽ. പൂർണ്ണമായും ഗതാഗത നിരോധനം ഏർപ്പെടുത്തുന്ന പ്രധാന റോഡുകൾ ഇനി പറയുന്നു. കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് റോഡ്. കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് റോഡ് ഇരുവശത്തേക്കും അടക്കും.
എയർപോർട്ട് റൗണ്ടബൌട്ടിൽ നിന്നും കുവൈറ്റ് സിറ്റി ഭാഗത്തേക്കാണ് അടച്ചിടുന്നത്. ഇതുവഴിയുള്ള വാഹനങ്ങൾ അൽ ഗസാലി റോഡിലേക്കും റോഡ് 6.5ലേക്കും ഗതി തിരിച്ചുവിടും. കുവൈറ്റ് സിറ്റിയിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള എതിർദിശയും അടച്ചിടും. ഇതുവഴിയുള്ള വാഹനങ്ങൾ ജഹ്റ ഭാഗത്തേക്കുള്ള 6ാം റിംഗ് റോഡിലേക്ക് തിരിച്ചുവിടും. 6ാം റിംഗ് റോഡ്. 6ാമത്തെ റിംഗ് റോഡ് ജഹ്റയിൽ നിന്നും അൽ മസ്ലയിലേക്കുള്ള ഭാഗം അടയ്ക്കും. കുവൈറ്റ് സിറ്റിയിലേക്കുള്ള ഗതാഗതം കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് റോഡിലേക്ക് തിരിച്ചുവിടും. അതുപോലെ അൽ മസ്ലയിൽ നിന്നും ജഹ്റയിലേക്ക് വരുന്ന വാഹനങ്ങൾ കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് റോഡിലേക്ക് തിരിച്ചുവിടും. കിങ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് റോഡ്. അഹമ്മദിയിൽ നിന്നും ആരംഭിക്കുന്ന കിങ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് റോഡ് അടച്ച് വാഹനങ്ങൾ 6ാം റിംഗ് റോഡിൽ അൽ മസ്ല ഭാഗത്തേക്ക് തിരിച്ചുവിടും. മദീനയിൽ നിന്നുള്ള ഗതാഗതം 5ാമത്തെ റിംഗ് റോഡിലേക്ക് തിരിച്ചുവിട്ട് അപ്പുറമുള്ള ഭാഗം അടയ്ക്കും. കുവൈറ്റ് സിറ്റിയിൽ നിന്നും അഹമ്മദിയയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ജഹ്റ സാൽമിയ വഴി തിരിച്ചുവിടും. സുബ്ഹാൻ റോഡ്. സുബ്ഹാൻ റോഡ് ഇരുവശത്തേക്കും പൂർണ്ണമായും അടയ്ക്കും. ഡ്രൈവർമാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പകരം റൂട്ടുകൾ ഉപയോഗിക്കേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് ഉച്ചകോടി സമ്മേളനത്തെ ഉൾക്കൊള്ളാനുള്ള വിപുലമായ ട്രാഫിക് മാനേജ്മെന്റ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ റോഡ് അടച്ചിടലുകൾ. എല്ലാ ഡ്രൈവർമാരോടും ജാഗ്രത പാലിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും അധികൃതർ നൽകുന്ന ട്രാഫിക് സൂചനകളും നിർദ്ദേശങ്ങളും പാലിക്കാനും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഗതാഗത നിയന്ത്രണം നിലനിൽക്കുന്ന സമയത്ത് നഗരത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ള സന്ദർശകർക്ക് ഇനി മുതൽ ഒമാനിൽ വാഹനങ്ങൾ ഓടിക്കാം. നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ തീരുമാനത്തെ തുടർന്നാണിത്. പുതുക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഒമാൻ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് അവരുടെ സ്വദേശത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് ഒമാനിൽ ഇനി വാഹനമോടിക്കാം. എന്നാൽ ഏതാനും നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ അനുമതി. റോയൽ ഒമാൻ പോലീസിന്റെ പുതിയ തീരുമാനമനുസരിച്ച് വിദേശ സന്ദർശകർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒമാനിൽ 3 മാസം വരെ വാഹനമോടിക്കാം. ഇവർ ടൂറിസ്റ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ രാജ്യത്തേക്ക് പ്രവേശിച്ചവർ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. മറ്റ് വിസക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ടൂറിസ്റ്റ് ട്രാൻസിറ്റ് വിസകളിൽ ഒമാനിലേക്ക് പ്രവേശിക്കുന്ന തീയതി മുതലാണ് വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള 3 മാസത്തെ കാലാവധി ആരംഭിക്കുക എന്നും അധികൃതർ വ്യക്തമാക്കി. സാധുവായ ടൂറിസ്റ്റ് വിസ കൈവശമുണ്ടായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ പോലുള്ള അംഗീകൃത ഓർഗനൈസേഷനുകൾ നൽകുന്ന അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസുകളും ഇതേ കാലയളവിലേക്ക് സ്വീകരിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു. അഥവാ രാജ്യത്തെത്തിയതു മുതൽ 3 മാസം പൂർത്തിയാകുന്നതുവരെ ഇതുപയോഗിച്ച് വാഹനമോടിക്കാം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.